നമ്മളെ ഭദ്രാസനമായിട്ട് നമ്മൾ അച്ഛന്മാരുടെ മീറ്റിങ്ങുകളിലെല്ലാം കൂടി ആലോചിച്ച് അതീവ ഗൗരവമായി നമ്മുടെ ഇടവകളെല്ലാം, നമ്മുടെ ഇടവെന്ന് പറയാൻ കാരണം നമുക്ക് ഇപ്പോൾ നിയന്ത്രണത്തിലുള്ള ഇടവകൾ, നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ വെറുതെ ഈ വികാരം കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് നമുക്ക് പറയുന്ന കാര്യങ്ങളല്ല, നമ്മുടെ ഉണ്മയെ, നമ്മുടെ എസൻസിൽ തന്നെ മാറ്റം ഉണ്ടാകണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കാട്ടൊലിവായ നമ്മെ വെട്ടി നല്ല ഒലിവിനോട് ചേർത്തു എന്ന് പറഞ്ഞാൽ അത് ആ ജീവനിലേക്ക് നമ്മൾ തുന്നിച്ചേർക്കുകയാണ്. ഒരു ഹൃദയം മോശമായപ്പോൾ മറ്റൊരു ഹൃദയം അവിടെ തുന്നിപ്പിടിപ്പിച്ച് നമ്മൾ ജീവിക്കുന്നത് പോലെ ഉള്ള ഒരു ക്രോമസോമൽ ചേഞ്ചാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മൾ ആരും, ഞാൻ പറയുന്നതിൻ്റെ ഒരു ആശയം മാത്രം ഇപ്പോൾ എടുക്കുക, പിന്നീട് നമുക്ക് വിശദമായിട്ട് നമ്മൾ സത്യസന്ധമായി നോക്കിയാൽ നമ്മൾ ജീവിക്കേണ്ടതുപോലെ ആണോ ജീവിക്കേണ്ടതെന്നുള്ള ചോദ്യം സ്വയമായി ചോദിച്ചാൽ, ഒരു ക്രിട്ടിക്കൽ റിഫ്ലക്ഷനിൽ നോക്കിയാൽ നമ്മൾ ജീവിക്കേണ്ടതുപോലെ അല്ല ജീവിക്കുന്നത്. എന്നാൽ നമുക്ക് എന്തുകൊണ്ടാണ് ദുഃഖം തോന്നാത്തത്, അല്ലെങ്കിൽ തെറ്റാണ് എന്ന് തോന്നാത്തത്? ഞാൻ കുറച്ച് നാൾ ഈ അമേരിക്കയിൽ വികാരിയായിട്ട് പോയപ്പോൾ അവിടെ ചെന്നു, വലിയ പരിചയമില്ല. അപ്പോൾ ആദ്യ നാളുകളിൽ തന്നെ ഒരു വീട് വളരെ ദൂരെ അവർ വാങ്ങിച്ചതെന്ന് പ്രാർത്ഥിച്ച് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, അതച്ചോ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ആ റോഡ് പണിയാണ്, ആ വഴിയെ പോകാനൊക്കത്തില്ല, കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. അങ്ങനെ അച്ഛൻ പോകുമ്പോൾ എനിക്ക് കയറേണ്ടത് ലോങ് ഐലൻഡ് എക്സ്പ്രസ് വേ എന്നുള്ള ന്യൂയോർക്കിലെ ഒരു ഹൈവേയിലാണ്. അത് കാണും, പിന്നെ അതിനകത്ത് കയറിച്ചാൽ മതി, പിന്നെ ആ വഴിയാണ് പോകേണ്ടത്. അപ്പം ഞാൻ പരിചയമില്ലെങ്കിലും തന്നെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയി. പിന്നെ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞോട്ടെ, അതുകൂടെ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ കയറി. ഇപ്പം ലോങ് ഐലൻഡ് എക്സ്പ്രസ് വേ, LI എക്സ്പ്രസ് വേ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, വഴി ശരിയായി, ഇനി ഹൈവേ കയറിയാൽ മതി. ഞാൻ ഹൈവേ കയറി. എനിക്ക് പോകേണ്ടുന്ന സ്ഥലം അവർ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അഡ്രസ്സുണ്ട്. അത് ലോങ് ഐലൻഡ് പള്ളിയിലാണ്, ഒരു ബാപ്റ്റിസത്തിന് അറ്റൻഡ് ചെയ്യാനാണ്. അപ്പോൾ അവിടെ ചെന്നു. അവർ പറഞ്ഞു ഇവിടുന്ന് 15 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛന് പള്ളി ചെല്ലും. 15 കഴിഞ്ഞു, 30 കഴിഞ്ഞു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുക. ആകെ സമാധാനം, തെറ്റിയില്ലല്ലോ, ലോങ് ഐലൻഡ് എക്സ്പ്രസ് വേയിൽ തന്നെയാണ്. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു ഗ്യാസ് സ്റ്റേഷൻ, ഈ പെട്രോൾ പമ്പിലോട്ട് കയറിയിട്ട് ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു എവിടെ പോകണം? ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മെറിക് അവന്യൂ എന്ന് പറയുന്ന സ്ഥലമാണ്, ആ എക്സിറ്റിലാണ് പോകേണ്ടത്, അവിടെയാണ് എനിക്കൊരു പള്ളിയുണ്ട്, ഞാനൊരു പ്രീസ്റ്റാണ്. അപ്പോൾ അവരിങ്ങനെ എന്നെ നോക്കി, ഇവൻ ആരാണെന്നുള്ള മട്ടിൽ നോക്കിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം, ഇത് ലോങ് ഐലൻഡ് എക്സ്പ്രസ് വേ ആണോ? എഴുതിയ വല്ലതും തെറ്റാണോ? കറക്റ്റ് ലോങ് ഐലൻഡ്. പക്ഷേ നിങ്ങൾ ഓപ്പോസിറ്റ് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് വഴി, നിങ്ങൾ തിരിച്ചാണ് പോകേണ്ടത്. ഇവിടെ നമ്മൾ ഈ റോഡിൻ്റെ പേരെന്നാ, ഇങ്ങോട്ട് ഇറങ്ങുന്ന ഈ നിങ്ങളുടെ ഈ മുമ്പിലത്തെ റോഡിൻ്റെ പേരെന്നാന്ന്? കൊല്ലം ഭരണിക്കാവ്. നമ്മളിങ്ങോട്ട് ഇറങ്ങി. എനിക്ക് കൊല്ലത്തിനാണ് പോകേണ്ടുന്നത്, അല്ലെങ്കിൽ കൊട്ടാരക്കരയ്ക്ക്. ഞാൻ റൈറ്റിലോട്ടെടുത്താൽ എവിടെ ചെല്ലും? നിങ്ങൾ എന്നാ ഭൂതത്തെ നോക്കുന്നില്ല, ഇനി നോക്കി ചോദിക്കുന്നതിന് പറഞ്ഞു. കല്ലട അവിടെ, അല്ലെങ്കിൽ ഭരണിക്കാവ് ചെല്ലും. പോകേണ്ടത് എങ്ങോട്ടാ? കൊട്ടാരക്കരയ്ക്കാണ്. കൊട്ടാരക്കരയ്ക്ക് പോകുന്നത് ഈ റോഡ് തന്നെ അല്ലയോ? ആണ്. It all depends upon which direction we are moving. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടോണം. നമ്മൾ ഇന്ന് ആശ്വസിച്ചിരിക്കുന്നത് we think we are in the right road. അത് വളരെ പ്രധാനമാണ്. റോഡ് അത് തന്നെയാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയും നരകത്തിലേക്കുള്ള വഴിയും ഒറ്റ വഴിയാണ്. ഇങ്ങോട്ട് പോയാൽ സ്വർഗമാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നരകമാണ്. പോകേണ്ടത് കൊട്ടാരക്കരയ്ക്കാണെങ്കിൽ ഇവിടുന്ന് ഞാൻ ലെഫ്റ്റ് എടുക്കണം. നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, വേഗം തീരണമെങ്കിൽ. നിങ്ങൾ പറയുന്നില്ല, കൊച്ചു കൊച്ചു ഉത്തരങ്ങൾ പറഞ്ഞത് സഹായിച്ചാൽ മതി. നമ്മൾ ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ടോ?
ഈയിടെ ഇതെന്തൊരു പ്രയാസം ഇത് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സാരമില്ലെന്ന് ആരും വിചാരിക്കരുത്. സാരമുണ്ട്. ഇതേ ആത്യന്തികമായി സാരമുള്ളൂ. ബാക്കിയെല്ലാം ഈ ഭൗതിക ലോകത്തിൽ അവസാനിക്കും. ചരിത്രത്തിൻ്റെ ഉള്ളിൽ കെട്ടുപോകും. ചരിത്രത്തിനപ്പുറമായ ഒരു പ്രകാശമുണ്ട്. ആ ശോഭയേറും നാടൊന്നുണ്ട്. അത് നോക്കി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ ആ ശോഭിത പട്ടണം കാണണമെങ്കിൽ ദിശ കൃത്യം ശരിയായിരിക്കണം. നമ്മൾക്ക് ശരിയായിരിക്കണം, നമ്മുടെ മക്കൾക്ക് ശരിയാക്കിയിരിക്കണം. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഈ സെമിനാരിയിലോട്ട് എൻ്റെ വലത്തുകിടത്ത് നല്ലവരായ 2 അച്ഛന്മാരിരിപ്പുണ്ട്. ഞാൻ ഉൾപ്പെടെ സെമിനാരിയിൽ കയറിയപ്പോൾ ആദ്യമേ പഠിപ്പിക്കുന്ന പാഠങ്ങളിലൊന്ന്, എന്താണ് ഈ സഭ? ഹൗ ഡു വി ഡിഫൈൻ ചേർച്ച്? അതിൻ്റെ ഏറ്റവും ലളിതമായ കാര്യമെന്ന് പറയുന്നത്, സഭ, ചേർച്ച് ഈസ് ദ സൈൻ ആൻഡ് ദ സാക്രമെൻറ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സഭ അടയാളമാണ്, കൂദാശയാണ്, വിശുദ്ധമാണ്. ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഇടവക ദൈവരാജ്യത്തിൻ്റെ പതിപ്പ് ആണ്. അൾട്ടിമേറ്റ്ലി ഇത് ദൈവരാജ്യത്തിൻ്റെ പതിപ്പാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. നോട്ട് മിയർ ദ വേൾഡ് ഓഫ് മാറ്റർ അല്ല. അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ദറ്റ് ഈസ് ടോട്ടലി എ ഡിഫറെൻറ്റ് കിങ്ഡം. അപ്പോൾ ദ വാല്യൂസ് ഓഫ് ദ കിങ്ഡം ആൻഡ് ദ വാല്യൂസ് ഓഫ് ദ വേൾഡ്, ഈ മാർക്കറ്റിൻ്റെ സംസ്കാരവും ദൈവരാജ്യത്തിൻ്റെ സംസ്കാരവും തികച്ചും രണ്ടാണ്. അങ്ങനെ ഈ ലോകത്തിൽ ദൈവരാജ്യം എന്താണെന്ന് ഈ പൊതുസമൂഹത്തിന്, ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ദൈവത്തിൻ്റെ രക്ഷാപേടകമാണ് ഇടവകകൾ ആണ്. അതായത് ഈ പള്ളിയിലോട്ട് ഒരാൾ കയറിയാൽ, അല്ലെങ്കിൽ ഈ പള്ളിയുടെ മുമ്പിലോട്ട് ഒരു യാത്ര ചെയ്യുന്നവൻ ഈ പള്ളി കാണുമ്പോൾ, വാട്ട് ഈസ് ദിസ്? ഇത് ദൈവരാജ്യത്തിൻ്റെ അടയാളം. ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന രക്ഷാപേടകമാണിത്. അതുകൊണ്ടാണ് ക്രിസോസ്റ്റം തിരുമേനിയുടെ പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ പേര് ചർച്ച് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. നമുക്ക് ഈ മാർക്കറ്റിനെ നമുക്ക് പള്ളിയാക്കാം. അങ്ങനെയാണെങ്കിൽ പള്ളിയും എന്തായിട്ട് മാറാം? പള്ളി മാർക്കറ്റായിട്ട് തരം താഴാം. അതുകൊണ്ട് പള്ളിയെ പള്ളിയായി നിലനിർത്തുന്നതും ലോകത്തെ പള്ളിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഏകമായ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. അതിൻ്റെ പല കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ മാസം നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, പഠിക്കുകയല്ലല്ലോ, നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. 16-ാം തീയതി സൺഡേ, 3-ാം സൺഡേയിൽ വികാരിയച്ഛന്മാരും ബിഷപ്പന്മാരും, ഞാൻ ഈ ആനുവൽ ക്ലർജിയിലാണല്ലോ എല്ലാ അച്ഛന്മാരും കൂടുന്നത്. ഞാൻ ആനുവൽ ക്ലർജി കോൺഫറൻസിൽ ബിഷപ്പ് എന്നുള്ള നിലയ്ക്ക് 80ഓളം വരുന്ന അച്ഛന്മാരോട് ക്ഷമ ചോദിച്ചു. ക്ഷമയെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും അടിക്കാനും തല്ലാനും ഒന്നും പോയിട്ടില്ലല്ലോ, അങ്ങനെയുള്ള ക്ഷമയായിരിക്കുകയല്ല. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ ഞാൻ അറിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ വർഗീസ് കോശിയച്ഛൻ ഒരു നല്ലവനും ശാന്തനുമാണ്. എനിക്ക് അച്ഛനോടൊരു പ്രശ്നമില്ല. എന്നാൽ ഞാൻ അറിയാതെ ഇടയ്ക്കെങ്ങാണ്ട് കണ്ടപ്പോൾ അച്ഛനെ ഇച്ചിരി വഴക്ക് പറഞ്ഞായിരുന്നു എന്ന് വിചാരിക്കുക. അച്ഛൻ്റെ മനസ്സിൽ ആ വേദനയുണ്ട്. ഒരു ബിഷപ്പ് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അങ്ങനെ കുറച്ചുകൂടി ആർദ്രമായിട്ടല്ലേ സംസാരിക്കാവൂ? മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാവൂ? അയാൾ എന്നെ മുറിപ്പെടുത്തിയവനാണ്, സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു അച്ഛന്, അത് ഈ അച്ഛന്മാരും പള്ളികളിൽ കഴിഞ്ഞ ആഴ്ച പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് അങ്ങോട്ടില്ലെങ്കിലും നിങ്ങളറിയാതെ അവരുടെ മനസ്സിൽ അച്ഛനെക്കുറിച്ച് ചില വേദനകളുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ വീട്ടിൽ വന്ന് ക്ഷമ ചോദിക്കും. ഞാൻ ബിഷപ്പ് എന്നുള്ള നിലയിൽ അച്ഛന്മാരോട് പറഞ്ഞു, ഞാനറിയാതെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ പറയും. സ്നേഹിതരെ, ക്ഷമ പറഞ്ഞേ മനുഷ്യനും മനുഷ്യനാകാനൊക്കെ ഉള്ളൂ. ക്ഷമ പറയരുതെന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റേതല്ലല്ലോ. ഞാനൊരു ബിഷപ്പ് എന്നുള്ള നിലയ്ക്ക് അച്ഛന്മാരുടെ തലയിൽ കയറിയാൽ അത് ശരിയായ നടപടിയാണോ? ഒരുപക്ഷെ അവരൊന്നും പറയത്തില്ലായിരിക്കും. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് അധികാരമുണ്ട്. അവരെ സ്ഥലം മാറ്റാം, അവരുടെ മേളിൽ നടപടിയെടുക്കാം. അങ്ങനെ എൻ്റെ കയ്യിലുള്ള നൊട്ടിലൊടുക്ക അധികാരം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും ഞാൻ ആരാണ്ടാണെന്ന് തോന്നുകയും ചെയ്യുന്ന അതാണോ ശരി? ഒരിക്കലും അല്ലല്ലോ. പള്ളികളിലൊക്കെ ഇല്ല എന്ന് നമ്മളാരും പറയരുത്. പണമുള്ള ആളുകൾ കാണും, അവർക്ക് സാധാരണക്കാരനോട് അത്രയും അടുപ്പമില്ല.
നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകളെ ഞാൻ വെറുതെ ചോദിക്കട്ടെ, വിശുദ്ധ കുർബാനയെക്കുറിച്ചാണല്ലോ ഈ വർഷം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്നാ പറയുന്നത്? നമ്മൾ ഒരേ അപ്പത്തിൻ്റെ അംശികൾ, ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവർ. അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളാണ്. യു ആർ നോട്ട് അനദർ, യു ആർ സിംപ്ലി ദി എക്സ്റ്റൻഷൻ. ഞാൻ നിന്നിൽ നിന്ന് അന്യനല്ല, ഞാൻ നിൻ്റെ തന്നെ അംശത്തിൽ ഒരേ അപ്പത്തിൽ നിന്ന് കഴിക്കുന്ന ആളുകളാണ്. പക്ഷേ ഞാൻ സത്യമായി ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, നമ്മൾ ഇപ്പോൾ ഈ ഇടവകയിൽ എത്ര വീട്ടുകാരാണ്? 340. ഒരു കണക്ക് ശരിയാനൊക്കെ നമുക്ക് എളുപ്പം. 300 വീടുകളുണ്ട്. ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരാണോ? എനിക്ക് തോന്നിയതൊക്കെ ആ കണ്ണാടിക്കാരി സത്യം മാത്രം പറയുന്ന ഒരാളാണ് ആണോ? ഒരിക്കലുമല്ല. സ്നേഹിതരെ, ഇത് ഗൗരവമായ പ്രശ്നമാണ്. എനിക്ക് വാട്ട് വി ഹാവ് വിച്ച് ആർ നോട്ട് റിസീവ്ഡ്. പണക്കാരായ ആളുകൾ ഇവിടെ അങ്ങനെ പണക്കാരൊന്നുമില്ല. നമ്മൾ പൊതുവിൽ ഒരു ടെർമിനോളജി പറയാം. പണക്കാരായ ആളുകളോട് അവർ സ്വയം ചോദിച്ചാൽ ഈ പണം എവിടുന്നതാണ്? ഈ പണം ദാനമായി ലഭിച്ചതാണ്. നിശ്ചയമായിട്ടുമാണ്. ചില ആളുകൾക്ക് ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആളുകളുണ്ട്, മനസ്സിലായോ? അങ്ങനെ തുടർന്ന് പഠിക്കാനൊക്കാതെ പോയവരുണ്ട്. ഇന്നലെ എൻ്റെ കൂടെ കൊട്ടാരക്കര കോളേജിൽ പഠിച്ച ഒരു ഭാര്യയും ഭർത്താവോടെ വന്നു, ഭാവക്കുട്ടി, ഇവിടെ അടുത്ത് ഉള്ള മാർത്തോമാപ്പള്ളിയിൽ. അദ്ദേഹം ജപ്പാനിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി എടുത്തയാളാണ്. ഇപ്പോൾ ഈ ന്യൂസിലൻഡിൽ ഒരു വലിയ ഉന്നതമായ പൊസിഷനുള്ളതാണ്. ഞങ്ങളുടെ കൊട്ടാരക്കര കോളേജിൽ ആ ക്ലാസ്സിൽ പഠിച്ച പലരും അങ്ങനെയൊന്നും ആയിട്ടില്ല. ചിലർ ജീവിതം തന്നെ ദുസ്സഹമായവർ കാണുന്നത് നമുക്കറിയത്തില്ലല്ലോ. എവറിത്തിങ് വാട്ട് വി ഹാവ് ഈസ് സിംപ്ലി റിസീവ്ഡ്. ഇതല്ല. അപ്പം ഞാനിങ്ങനെ ഈ പറയുമ്പോൾ, ഞാൻ മുമ്പേ രാവിലെ ഈ സർവീസിൻ്റെ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഇതൊന്നും സാരമില്ല, എത്ര കേട്ടിരിക്കുന്നു എന്ന് നമുക്ക് ചില ബുദ്ധിമാന്മാരായ അതിബുദ്ധിമാർക്ക് തോന്നുക. വാട്ട് ഈസ് ദിസ്? അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്, അത് മരണവാക്കാണ്. സ്നേഹിതരെ, ഇതല്ലാതെ പിന്നെ എന്താണ് സാരം? ഈ ഒരു കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞു, സർവ്വലോകവും നേടി തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി, തൻ്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്തി, എന്തു പ്രയോജനം? എന്തു പ്രയോജനം? അതുകൊണ്ട് എന്താണ് പ്രയോജനം? വാട്ട് ഈസ് അൾട്ടിമേറ്റ് ആൻഡ് വാട്ട് ഈസ് ഇമ്മീഡിയറ്റ്? ഇത് നമുക്ക് അറിയാൻ സാധിക്കണം. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, വെറുതെ യേശു വല്ലവൻ കൊള്ളാവുന്നവൻ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, അത് വളരെ പ്രധാനമാണ്. പക്ഷേ നമുക്ക് ഒരു ഗോസ്പൽ കൾച്ചർ ചെയ്യണം. ഇപ്പം ചില യൂണിവേഴ്സിറ്റി, ഹാർവാർഡിലെ പഠിക്കുന്ന കുട്ടികൾക്കൊരു മിനിമം സ്റ്റാൻഡേർഡുണ്ട്. എല്ലാവർക്കും ഹാർവാർഡിൽ ചെന്നെത്താനൊക്കത്തില്ല. നമ്മുടെ ഹാർഡാണെന്നേ ഉള്ളൂ, പക്ഷേ ഹാർവാർഡിലെത്തുകയില്ല. മനസ്സിലായോ? ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് അവതരിപ്പിക്കാനുള്ളത്, ഇന്ന് ശക്തീകരിക്കേണ്ടിയിരുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ വായിക്കാനായിട്ട്, ഇന്ന് വേറെയാണ് വായിച്ചതെങ്കിലും ഇന്ന് വായിക്കാനായിട്ട് നമ്മുടെ ഇതിൻ്റെ ഭാഗമായി വായിക്കാൻ നിർദ്ദേശിച്ചിരുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ത്തിൽ നിന്ന് ആണ്. ആ ഭാഗം ഒന്ന് വായിച്ച് ഞാൻ എൻ്റെ പറച്ചിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഈ മറവിയുള്ളത് കൊണ്ട് താമസിക്കാതിരിക്കേണ്ടത് കൊണ്ട് ഞാനത് ഒന്ന് അവിടെ പറയുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ അറിയാം. അത് സംക്ഷിപ്തമായി പറയാം. ഒരു മനുഷ്യൻ 10,000 താലന്ത് കടം വാങ്ങിച്ചു. കൊടുത്തു നിർത്താൻ ഒരു മാർഗവുമില്ല. അപ്പോൾ കൊടുത്തയാൾ ഇയാളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഈ കടം വാങ്ങിച്ച ആൾ പറഞ്ഞു, സാറേ, നൽകി തീർക്കാനായിട്ട് ഒരു വകുപ്പുമില്ല, ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി സമയം തരണം, ഞാനത് വീട്ടിൽ കൊള്ളാം. അങ്ങനെ പറഞ്ഞപ്പോൾ ആ യജമാനൻ കരുണ കാണിക്കുകയും ഇയാളെ ആ ടൈം നൽകി വിടുകയും ചെയ്തു. വന്ന വഴിക്ക് ഇവിടെ എനിക്ക് ഗേൾസും ബോയ്സ് സീറ്റഡ് എന്നോ ലുക്ക് അറ്റ് മീ നമുക്ക് ചെറിയ കണക്ക് നിങ്ങളോട് ചോദിക്കണം. അതൊക്കെ എത്ര താലന്ത് കൊടുത്തെന്നാ പറഞ്ഞേ?
നിങ്ങളെല്ലാം കേട്ടിരിക്കണം. ഇതൊക്കെ ചുമ്മാതെ ഈ മരുഭൂമിയിൽ കിടന്ന് അലറുന്നത് പോലെ തോന്നരുത്. എല്ലാവരും 10,000 അങ്ങോട്ട് പോയപ്പോഴാണ് 100 താലന്ത് ഇയാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് വരുത്തനെ കണ്ടു. ചോദിച്ചു, എന്താ തരാത്തത്? ചെയ്തൊന്ന് തിരിച്ചു വെച്ചാൽ ഇത് ഭയങ്കര ഉഷ്ണം, ഇത് കറങ്ങുന്നതല്ലേ ഇത്. അപ്പം അവനെ പിടിച്ചു, അവൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ചു, അവനെ വല്ലാതെ ഉപദ്രവിച്ചു. അവൻ കൊടുത്തു തീർത്തുന്നവന്മാരെ അവനെ തടവിലാക്കിയതാണ്. അപ്പോൾ ഇത് ഇവൻ്റെ കൂട്ടുകാരി യജമാനോട് പറഞ്ഞു, 10,000 ഇളച്ച് കിട്ടിയവൻ 100 കൊടുക്കേണ്ടിയവൻ്റെ കഴുത്തിന് പിടിച്ച് അവനെ ഉപദ്രവിച്ച് അവനെ കാരാഗ്രഹത്തിലാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ യജമാനൻ ഇവനെ വിളിച്ചു, 10,000 താലന്ത് ഇളച്ച് തന്ന നിന്നോട് 100 താലന്ത് കിട്ടിയവനായ നീ ഇളച്ചു കൊടുക്കാഞ്ഞതെന്ത്? ഒരിക്കലും നിന്നോട് ഇനിയും കരുണ കാണിക്കുന്ന പ്രശ്നമേ ഇല്ല. ദൈവജനമേ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പല രീതിയിൽ ദൈവത്തിൽ നിന്ന് ഇളവ് പ്രാപിച്ചവരാണ്. നമ്മൾ കരുണ ലഭിച്ചവരാണ്. നമ്മളിനിയും കരുണ കൊടുക്കേണ്ടതാണ്. ഞാൻ പറയുന്ന പേര് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണം. കെൻ കേർലി എന്ന് പറയുന്ന ഇറ്റലിയിലെ പ്രസിദ്ധനായ ഒരു കർദിനാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് ജോൺ ദി 23 എന്നറിയപ്പെടുന്ന വിശുദ്ധനായ പോപ്പായിട്ട്. അദ്ദേഹം ഇറ്റലിയിൽ ബിഷപ്പായിരുന്ന കർദിനാലായിരിക്കുമ്പോൾ അവിടെ സ്വഭാവദൂഷ്യത്തിന് ഒരച്ഛനെ ചില താക്കീത് കൊടുത്തു. താക്കീത് കൊണ്ട് വെക്കാത്തപ്പോൾ അദ്ദേഹത്തെ സഭയുടെ ചുമതലയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തി. അയാൾ വീണ്ടും വലിയ കുഴപ്പങ്ങളിലേക്ക് ചാടി. മദ്യപാനം, മയക്കുമരുന്ന് ഇതിലെല്ലാം അകപ്പെട്ടു. ഒരു ദിവസം ഒരു മദ്യഷാപ്പിൽ ഇദ്ദേഹം ഇരിക്കുകയാണ്. ഈ അച്ഛൻ അപ്പോൾ ഇവൻ്റെ കൂടെ മദ്യപിച്ചിരുന്ന് വെളിയിലോട്ടിറങ്ങിയ ഒരാൾ എന്ന് പറഞ്ഞു, ഇവിടെ പുതിയതായിട്ട് വന്ന ബിഷപ്പ് നിന്നെ അന്വേഷിച്ച് വാതിൽക്കൽ നിൽക്കുന്നു. അപ്പോൾ അവൻ വിചാരിച്ചു ഇത് നിശ്ചയമായിട്ടും കളിപ്പിക്കാനുള്ള ഇടപാടാണ്. മദ്യപിച്ച് ലക്ക് കെട്ട് ജീവിക്കുന്ന എന്നെ അന്വേഷിച്ച് ഒരിക്കലും ഒരു കർദിനാൾ വരികയില്ല. അവനത് പരിഗണിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ 2, 3, 4 ആളുകൾ പറയുന്നു. അപ്പോഴെല്ലാം ഇവരൊരു ഒരുമിച്ച് കൂടിയുള്ള ഒരിടപാടാണെന്നാണ് ധരിച്ചത്. ഒടുവിൽ കെൻ കേർലി എന്ന കർദിനാൾ വന്ന് ഇവൻ്റെ തോളിൽ കൈവച്ചു, ഈ അച്ഛൻ്റെ. തിരിഞ്ഞു നോക്കിയപ്പോൾ പരിശുദ്ധനായ കർദിനാളാണ്. ഈ വൈദികനോട് പറഞ്ഞ്, നീ എഴുന്നേൽക്കും. അങ്ങനെ കൂടെ നടത്തി കൊണ്ടുപോയി. അവിടെ ഒരു കത്തീഡ്രൽ പള്ളിയിൽ കയറി. എന്നിട്ട് ഈ കർദിനാൾ തൻ്റെ ഒരു ഷോൾ എടുത്ത് ഈ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന അച്ഛൻ്റെ തോളിലിട്ടിട്ട് പറഞ്ഞു, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനിവിടെ മുട്ടുകുത്തും, എൻ്റെ കുമ്പസാരം നീ കേൾക്കണം. എനിക്ക് കുമ്പസാരം കഴിഞ്ഞ് എന്നെ നെറ്റിയിൽ കുരിശ് വരയ്ക്കണം, പാപമോചനം നൽകണം. അങ്ങനെ വയോധികനായ വിശുദ്ധനായ ഈ കർദിനാൾ മുട്ടുകുത്തി. ഈ വൈദികൻ അവിടെ കത്തോലിക്ക സഭയുടെ ക്രമമനുസരിച്ച് കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനകൾ ഏറ്റു പറഞ്ഞു കൊടുത്തു. കുമ്പസരിക്കുമ്പോൾ കണ്ണ് നിറയേണ്ടുന്നത് ആരാണോ കുമ്പസരിക്കുന്നത് അവരാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ വൈദികൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി ഈ കർദിനാളിൻ്റെ തല നനഞ്ഞു. ഒടുവിൽ അബ്സല്യൂഷനും കൊടുത്തു. കർദിനാൾ തിരുമേനി എഴുന്നേറ്റ് ഈ വൈദികനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മകനെ, ഇതിനായിട്ടല്ലോ ഈശോ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കാനും. അദ്ദേഹം പിന്നെ നിർമ്മലമായ വിശുദ്ധമായ വൈദിക വൃത്തിയിലേക്ക് തിരിച്ചു പ്രവേശിച്ചു എന്നുള്ളതാണ്
ചരിത്രം പറയുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, ഞാനിന്ന് സത്യസന്ധമായി നോക്കുക, നിങ്ങൾ എന്നോട് പരിഭവിക്കരുത്. ഞാനിന്ന് കുമ്പസാരത്തിൻ്റെ മുമ്പിൽ നിങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾക്ക് ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ മനസ്സിലാണ്. ഒരൊറ്റ നിറഞ്ഞ കണ്ണ് ഞാൻ കണ്ടില്ല. നിങ്ങൾ ഒരു അമ്മ വിചാരിക്കുക, ഒരു ഇച്ചിരി ഒരു 50 മേൽ പ്രായമുള്ളവരമ്മ, നിങ്ങളുടെ ഒരു മകനോ മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയുടെ മകനോ മകളോ അല്പം മോശമായോ അല്ലെങ്കിൽ പഠിത്തത്തിലുഴപ്പിയോ ഒക്കെ മാറുന്നു എന്ന് കണ്ടാൽ, സത്യമായി അങ്ങനെ ഒരു കുട്ടിയെ നിങ്ങളുടെ മനസ്സിൽ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ണ് നിറയാതിരിക്കും? നമ്മുടെ ഒരു മകൻ ജോലി കിട്ടുന്നില്ല, കുറേ നാളായി പഠിപ്പുണ്ട്, ജോലി അവനില്ല. എൻ്റെ കുഞ്ഞിനൊരു ജോലി കിട്ടണമെന്ന് ഏതെങ്കിലും ഒരമ്മ ഓർത്താൽ ആർക്ക് കണ്ണ് നിറയാതിരിക്കും? ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിൽ ഒന്ന് പാളിപ്പോയാൽ അതെൻ്റെ ശുശ്രൂഷയുടെ തെറ്റാണെന്ന് ഞാൻ കുമ്പസരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നില്ല എന്നാൽ എൻ്റെ കണ്ണ് നിറയുന്നില്ലെങ്കിൽ കാവട്യങ്ങളല്ലേ? വി ആർ യൂക്കറിസ്റ്റിക് കമ്മ്യൂണിയൻ. നമ്മൾ വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഈ ഇടവകയിൽ പരസ്പരം സംസാരിക്കാത്ത ഒറ്റയാൾ പോലും ഉണ്ടാകരുത്. ഇതൊരു തർജ്ജനമല്ല, ഇതൊരു അപേക്ഷയല്ല, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണത്. പ്രശ്നം പള്ളിയിലല്ല, നമ്മുടെ ആയുസ്സിൽ. ഞാനോ നിങ്ങളോടൊരു കാര്യം ഉറപ്പിച്ച് പറയാം. എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഓൺ ബ്രദർ ആകണമെന്നില്ലല്ലോ, സഹോദരിയോ കൂടെ ജോലി ചെയ്യുന്നവനോ അയൽവക്കത്ത് താമസിക്കുന്നവരെയോ സാരമില്ല എന്ന് എൻ്റെ മനസ്സിലെഴുതി അവരെ ഞാൻ തള്ളിക്കളഞ്ഞാൽ, എൻ്റെ മനസ്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്താൽ, പ്രിയരെ ഒരിക്കലും നിങ്ങൾ മറക്കേണ്ട, ആ സെക്കൻഡിൽ ഞാൻ രാവിലെ നിങ്ങളോട് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ദൈവത്തിൻ്റെ ഇത് പറഞ്ഞു. ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾ എന്നേക്കുമായി ഡിലീറ്റ് ചെയ്യപ്പെടും. ദിസ് ഈസ് ടേക്ക് ക്രിസ്ത്യൻ ലൈഫ് വെരി വെരി സീരിയസ്ലി. നമുക്ക് ജീവിക്കാനുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പഠിപ്പുണ്ടെന്നൊക്കെ പറയുന്നത് നല്ലതാണ്. അതെവിടം വരെ? കുഴിമാടം വരെ. കുഴിമാടത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഈ പൊതുസമൂഹത്തിനെ മനസ്സിലാക്കാനായിട്ടിടയാണ്. ഇവിടെ നമ്മളുടെ പേരയം ഇടവക, ദേ ആർ ഡിഫറെൻറ്റ്. അവരുടെ സംസാരം ഡിഫറെൻ്റാണ്, അവരുടെ നടപ്പ് ഡിഫറെൻ്റാണ്. അവരോട് നമ്മൾ പരുഷമായി സംസാരിക്കുമ്പോൾ അവർ തിരിച്ച് സംസാരിക്കുന്ന സംസാരത്തിൻ്റെ ആ രക്ഷയുടെ ആ സ്പിരിറ്റോടുകൂടിയുള്ള സംസാരം, ദേ ആർ ഡിഫറെൻറ്റ്. അവർ ഒരു 350 വീടുള്ള ഇടവകയിൽ സൗകര്യമില്ലാത്തവരെല്ലാം സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നു. അവരിൽ മുട്ടുള്ളവരാരുമില്ല. ഇതൊന്നും എൻ്റെ വാക്കല്ല, അപ്പോസ്തല പ്രവൃത്തി 2-4 അധ്യായങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യം, ഈ ഇടവകയിൽ പരസ്പരം സംസാരിക്കാത്ത ഒറ്റയാൾ പോലും ഇല്ലായിരിക്കും. പക്ഷേ ഇല്ല എന്ന് വികാരി അച്ഛനോട് ഉറപ്പാക്കി, അച്ഛനോട് കാര്യമെന്ന് പറയണമെന്നില്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന 16-ാം തീയതി ഞാനിപ്പോൾ പള്ളി പറഞ്ഞാൽ നിങ്ങൾ എന്നോട് നേരിട്ട് ചോദിച്ചാൽ പറയാം. കൃത്യമായ റിപ്പോർട്ടുകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയുള്ള 1-2 ഇപ്പോൾ നടന്ന സംഭവം. ഒരു പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് അധികം നാളായില്ല. എനിക്ക് ആരോടെ ഒരു പരിഭവത്തിന് കാരണവും ഇപ്പോൾ ഇല്ല. പക്ഷേ കമ്മിറ്റിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങേണ്ടതിന് ഒരുപാട് സംസാരിച്ച 4 പേരോട് ഞാൻ ശബ്ദമുയർത്തി സംസാരിച്ചു. പള്ളിയിൽ നടക്കുന്ന കാര്യമാണ്, 16-ാം തീയതി പള്ളിയിൽ നടന്ന കാര്യമാണ്. അച്ഛൻ 4 പേരുടെയും പേര്, ഈ ബെഞ്ചിലിരിക്കുന്നത് 4 പേരാണ്. 2 പേര് ജംഗുന്നൂന്ന് വന്നവരാണ്, എൻ്റെ പഴയ കോളേജിലെ പ്രൊഫസേഴ്സാണ്. ആ 4 പേരുടെയും പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കുംഭസാരത്തിന് മുമ്പ് വികാരിച്ചൻ പോയി 4 പേരുടെയും കൈ സൂരി കൊടുത്തിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് നേരിട്ട് സംസാരിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു, അച്ഛനും കരഞ്ഞു. അന്ന് ആ പള്ളിയിൽ അതിനുശേഷം ഓഫീസ് ബെയറേഴ്സിൽ 2 ആളുകൾ തമ്മിൽ കണക്കൊന്നുമില്ലെങ്കിലും നല്ല നോട്ട് ഇൻ ഗുഡ് ടേംസ്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, എനിക്ക് അവർ പറയേണ്ടുന്ന കാര്യങ്ങൾ ഇന്നാണ് സംഭവിക്കേണ്ടത്, എനിക്ക് അടുത്ത സൺഡേ വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് ഒക്കുന്നില്ല, എൻ്റെ ഹൃദയം വിങ്ങുന്നു,
അവർ ആലിംഗനം ചെയ്ത് വലിയ വായിൽ അവരുടെ ദുഃഖങ്ങൾ ഏറ്റുപറഞ്ഞ് അവരനുരഞ്ജനപ്പെട്ടു. ഞാനോ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുകയാണ്, പുറയിൽ അവിടെ ഇരിക്കുന്ന രണ്ടുപേരാണല്ലോ പ്രായമുള്ളവർ. സത്യസന്ധമായി നോക്കിയാൽ ഈ ഇടവകയിലും അങ്ങനെ പരസ്പരം ഏറ്റു പറയേണ്ടവർ കാണുമോ? ഉണ്ടാകരുത് സ്നേഹിതരെ. ദൈവരാജ്യത്തിലെത്തുകയല്ല. അതുകൊണ്ട് ഇതിന് പത്രാസം വലിയ മനസ്സിൽപ്പെടുത്തൊന്നും പാടില്ല. അഹങ്കാരത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കുത്തിക്കയറ്റുന്നത് ഈഗോയാണ്. ഞാൻ ആരാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ എൻ്റെ ലളിതമായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഈഗോ, എഡ്ജിങ് ഗോഡ് ഔട്ട്. ഈഗോ ഉള്ളവനിൽ ദൈവമില്ല സാർമാരെ. ഈഗോ ഉള്ളവനിൽ ദൈവമില്ല. ആ ഈഗോ കൊണ്ട് തന്നെ ദൈവത്തെ ഔട്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കുറ്റപ്പെടുത്തലുകളായിട്ടൊന്നും നമുക്ക് കാണാതെ ഇന്ന് തന്നെ നമുക്ക് സാധിക്കണം. അവിടുത്തെ സെസ്റ്റനെ കുറിച്ച് പറഞ്ഞു. പെങ്ങളോട് സംസാരിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. പള്ളി കഴിഞ്ഞ് സെസ്റ്റനെ കാണുന്നില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വന്നു. പെങ്ങളോട് നിരക്കാൻ പോയിക്കായിരുന്നു. വെച്ചു, ക്ഷമിക്കണം, ഞാൻ അതുകൊണ്ടാണ് വൈകിയത്. ഇതിൻ്റെ ഒരു മീറ്റിംഗ് ഞങ്ങൾ അച്ഛനുമായിട്ട് ഇത് കൂടിയപ്പോൾ നിങ്ങൾ അന്വേഷണമൊന്നും നടത്തരുത്, അത് ശരിയല്ലല്ലോ, ഞാൻ പേരും നാളുമൊക്കെ പറയും. ഒരച്ഛൻ പറഞ്ഞു, തിരുമേനി ക്ഷമിക്കണം, ഞാനതെൻ്റെ പള്ളിയിൽ പറഞ്ഞില്ല. ഈ 1-ാമത്തെ ദിവസം അച്ഛൻ ജനത്തോട് പറയട്ടെ. അപ്പം ഇമ്മീഡിയറ്റായിട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഉത്തരവാദിത്വം എല്ലാ അച്ഛന്മാരെ ഏൽപ്പിച്ചപ്പോൾ ഒരച്ഛൻ ചെയ്യാവുന്നത് ശരിയാണ്. ആ അച്ഛൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഓൺ ബ്രദറിനോട് സംസാരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. എൻ്റെ ജനങ്ങൾ പരസ്പരം സംസാരിക്കണമെന്നും സ്നേഹിക്കണമെന്നും പറയുമ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട് സംസാരിക്കാത്തവൻ പറയുന്നതിന് അതെനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നത് കൊണ്ട് പറഞ്ഞില്ല തിരുവേനി. സ്നേഹിതരെ, ആ ദൈവാത്മാവിൽ നമ്മൾ ജീവിക്കണം. ഞാൻ 2 വാക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞായിരുന്നു. ക്രിസ്ത്യാനി ആയിരിക്കുന്നതും ക്രിസ്തുവിലായിരിക്കുന്നതും 2 കാര്യങ്ങളാണ്. കുർബാന കൊള്ളുന്നതും കുർബാനയായി ജീവിക്കുന്നതും 2 കാര്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി എടുക്കുക, ഈ കോൺഗ്രസ്സിലായിരിക്കുന്നതും കോൺഗ്രസ്സുകാരനായിരിക്കുന്നതും 2ആണ്. നിജമായിട്ടുമാണ് അല്ലേ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണല്ലോ അടുത്തിരിക്കുക. അതുകൊണ്ട് പറയാം, കുർബാന കൊണ്ടതുകൊണ്ടല്ല, കുർബാനയാകുമ്പോഴാണ് കുർബാനയ്ക്ക് അർത്ഥമുള്ളത്. ക്രിസ്ത്യാനിയായി ജനിച്ചു പോയത് കൊണ്ടല്ല, ക്രിസ്തു നിങ്ങളിൽ ജീവിക്കണം, എന്നിൽ ജീവിക്കണം. അപ്പോൾ ഈ മഹാനായ കർദിനാളിനെ കുറിച്ച് ഏറ്റവും തെറ്റ് ചെയ്തവനെ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർത്തപ്പോൾ അദ്ദേഹം വിശുദ്ധനായി എന്ന് മാത്രമല്ല, അദ്ദേഹം ക്ഷമ കൊടുക്കുകയും ക്ഷമ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ക്ഷമ കൊടുക്കാം, ക്ഷമ സ്വീകരിക്കാം. അമാന്തിക്കരുത്. ഒരിക്കലും ഒന്നിനും അമാന്തിക്കാൻ അനുവാദമില്ല. കാരണം ഞാൻ ഈശോ തിരുമേനിയുടെ ഒരു അനുഭവം കൂടെ, അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുഭവം കൂടെ പറയാം. നിങ്ങളിൽ ഒരു പക്ഷേ കുറേയേറെ ആളുകൾ ഈശോ മാർ തിമോത്തിയോസ് തിരുമേനിയെ കണ്ടിട്ടുണ്ടാകാം, ചിലർക്ക് പരിചയം കാണാം. അല്ലെങ്കിൽ ആ ഭക്തനായ മനുഷ്യനെക്കുറിച്ച് 58-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അദ്ദേഹം മൈസൂറിൽ പള്ളിയിൽ പോയി. ദൂരെ ആയതുകൊണ്ട് തലേന്ന് ചെന്നു. അവിടുത്തെ ഏറ്റവും നമ്മുടെ സഭയിലെ ഒരു പ്ലാന്റേഴ്സാണ്, കോട്ടയംകാരാണ്. അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ തിരുമേനി അവിടെ ചെന്നു. ആരണ്ടെ കാണാനായിട്ട് വെളിയിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോഴാണ് ആ വീടിൻ്റെ ഭിത്തിയിൽ ഈ ഷോക്കേസിൽ നമ്മുടെ ഈ ട്രോഫി വച്ചിരിക്കുന്ന പോലെ പലതരത്തിലുള്ള ഭംഗിയുള്ള മദ്യക്കുപ്പികളാണ്. അതിൻ്റെ ഉടമസ്ഥൻ തിരുമേനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ശരിയല്ല. പ്രത്യേകിച്ച് ഒരു ബിഷപ്പ് ഒക്കെ വന്ന് താമസിക്കുന്ന വീടില്ല. അപ്പോൾ അവരാണയിട്ട് പറഞ്ഞു, തിരുമേനി ഞങ്ങൾ മദ്യപിക്കുകയില്ല, പക്ഷേ ഞങ്ങൾ പ്ലാന്റേഴ്സാണ്. അപ്പോൾ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കാനുമല്ല, പക്ഷേ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കലും അത് ഉപയോഗിക്കുന്നവരല്ല. തിരുമേനിയുടെ ഡ്രൈവറിൻ്റെ പേർ ബാബു എന്നാണ്. ബാബു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തിരുമേനി വിളിച്ചു, ബാബു സാധനങ്ങളെല്ലാം എടുത്ത് കാറിൽ വെച്ചു, നമ്മൾ പോവുകയാണ്. അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. തിരുമേനിയുടെ ഒരു പ്രത്യേകമായ സ്വഭാവ രീതി കൊണ്ടാണ് അങ്ങനെ ഒരു വിഷയങ്ങളിലൊന്നും കോംപ്രമൈസ് ഇല്ല. അത് കഴിഞ്ഞ് ഈ ഉടമസ്ഥൻ
അതിൻ്റെ പിറ്റേന്ന് തന്നെ ഇതെല്ലാം മാറ്റി. എന്നാൽ തിരുമേനിയെ കാണാൻ പിന്നീട് അടുത്ത കാലത്ത് നോക്കുകയില്ല. ആ സമയത്താണ് തിരുമേനി കാലം ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെയും തിരുമേനിയുടെ അന്ന് സെക്രട്ടറി ആയിരുന്ന NM ചെറിയാൻ വികാരി ജനറൽ എന്ന് പറഞ്ഞ അച്ഛനുണ്ട്, കോട്ടയത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്, പ്രായമായി. ആ അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവമാണ്. NM ചെറിയാൻ അച്ഛനോട് ഈ മൈസൂരിലെ ഈ പ്ലാന്റർ കോട്ടയംകാരനാണ്, അച്ഛനും കോട്ടയക്കാരനാണ്. ഒരിക്കൽ അച്ഛനോട് പറഞ്ഞു, അച്ഛോ എനിക്ക് വീട്ടാനാകാത്ത ഒരു കടമുണ്ട്. അച്ഛന് മനസ്സിലായില്ല. എന്നിട്ട് ഈ ഇൻസിഡൻറ്റ് പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ തിരുമേനി പോയി കഴിഞ്ഞത് മാറ്റി. പക്ഷേ മാറ്റിയല്ലോ തിരുമേനി, മാറ്റി, ഞങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇതെല്ലാം മാറ്റി എന്ന് പറയാൻ ഇനിയും തിരുമേനി ഇല്ലല്ലോ. നമ്മൾ ഇന്ന് പറയേണ്ടി ചിലരുണ്ടെങ്കിൽ നാളെ കാണണമെന്നില്ല. ജീവിതം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ടൊന്നും മാറ്റി വെക്കണ്ട. ഇന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലുള്ള ഗുണം, നിങ്ങൾക്കിപ്പോൾ ഒരച്ഛൻ്റെ പേരിപ്പോൾ റിവീൽ ചെയ്യാം. ഇപ്പോൾ പുനലൂരെ പേപ്പർ മില്ലിലിരിക്കുന്ന മാത്യു ശ്യാമേലച്ചൻ, അദ്ദേഹം നമ്മുടെ കാസർഗോഡ് കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു, സ്പെഷ്യൽ കോളേജിൻ്റെ. ഒരാൾ വല്ലാതെ അച്ഛനെ വിഷമിപ്പിച്ചു. അച്ഛനും വളരെ ദുഃഖിതനായി. ഏറെ നാളുകൾ ഈ അച്ഛൻ ഉറങ്ങിയില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വല്ലാതെ ഡിസ്റ്റർബ്ഡാണ്. നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഒരിക്കൽ, ഈ ആഴ്ചകളല്ല, നമ്മുടെ 5-6 മാസം മുമ്പ് കാസർഗോഡ് മറ്റൊരാവശ്യത്തിന് പോയി. ഈ പറയുന്ന ആളിനെ അടുത്ത് വിളിച്ച് ഇവർ പരസ്പരം സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ നൽകുകയും ചെയ്തു. അച്ഛൻ ഞങ്ങളുടെ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയ ഒരു കല്ലുരുട്ടി മാറ്റിയതുപോലെയുള്ള ശാന്തതയാണ് എനിക്ക് ആശ്വാസം. ആ അച്ഛൻ ബോംബെ ജനിച്ചു വളർന്നതായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഐ ഫീൽ ലൈറ്റ് വെയ്റ്റഡ്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞത് വികാരം കൊള്ളാനല്ല, നമുക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ദൈവശാസ്ത്രവും വേദപുസ്തകപരമായ അടിസ്ഥാനം എന്നാന്ന് ചോദിച്ചാൽ, ചർച്ചിൻ്റെ അംഗങ്ങൾക്ക് ഈ ലൗകിക ലോകത്തിലെ മറ്റ് ആളുകളെ പോലെ മാത്രം ജീവിക്കാൻ അനുവാദമില്ല. നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് അത്ഭുതത്തിലേക്ക് വിളിച്ചവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമക്കളുടെ സ്വഭാവം മാത്രമേ നമുക്കുണ്ടാകാവൂ. നമ്മുടെ സംസാരത്തിലും ഇടപാടുകളിലും നമ്മുടെ നടപ്പിലും നമ്മുടെ ചിന്തകളിലും. ഞാൻ ഒരു പള്ളിയിൽ കഴിഞ്ഞ ദിവസം പോയി പറഞ്ഞു, സ്ത്രീകളോട് മാത്രം ഒരു ചോദ്യം. അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ആ ഭാഗത്താണ് കൂടുതൽ ഒരുമിച്ചിരിക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ വാട്സാപ്പിൽ ചെലവഴിക്കുന്നതിന് ആനുപാതികമായ സമയം വേദപുസ്തകം വായിക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്കും മക്കളുടെ അടുത്തുമായിട്ട് ചെലവഴിക്കുന്നുണ്ട്? ഒന്നിലുണ്ട്, അല്ലെങ്കിലില്ല. അതായത് വാട്സാപ്പിൽ നിങ്ങൾ ഒരു ദിവസം ചെലവഴിക്കുന്നതിൻ്റെ പകുതി സമയം വേദപുസ്തക വായനയ്ക്കും, മനസ്സിലായോ, ധ്യാനങ്ങൾ, സ്വയധ്യാനത്തിനും കുട്ടികളോടൊത്ത് ചെലവഴിക്കുന്നതിനുമായി ചെലവഴിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഇത് ശ്രദ്ധയോടുകൂടെ കേട്ട എല്ലാവർക്കും ഉടനെ സ്വർഗം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. ശ്രദ്ധിക്കാതിരുന്ന അതും മറ്റും പറഞ്ഞു ഇതിൻ്റെ കുതന്ത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരെ നരകത്തിൽ വിടുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് ശരിക്കും കഴിഞ്ഞ ആഴ്ച കുടുംബങ്ങൾക്കുള്ളിലുള്ള സംസാരവും ബന്ധങ്ങളുമായിരുന്നു പറഞ്ഞത്. ഞാനിതൊക്കെ ഈ കാലങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് വരും. അപ്പോൾ ഇവർ വന്ന് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് രണ്ടുപേരുടെയും തലയിൽ ഒരുമിച്ച് കൈവച്ച് ദൈവം കുടുംബമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരാളിൻ്റെ തലയിൽ വെക്കുന്നതിന് മുമ്പ് പിടഞ്ഞെഴുന്നേറ്റ് ചാടിപ്പോകുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാലും പോകത്തില്ല, അവിടെ രണ്ടും കൂടെ നിൽക്കും. അപ്പോൾ ഇതെല്ലാം നിനക്കുണ്ട്, നിനക്കില്ല, ഇതൊന്നും പറയാനുള്ള ജോലിയല്ല എൻ്റേത്. അത് ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അതൊക്കെ ദൈവത്തിൻ്റെയും നിങ്ങളുടെയും വിഷയമാണ്. പക്ഷേ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകണം, കുടുംബ പ്രാർത്ഥന സജീവമായിരിക്കണം, മക്കളെ ദൈവകൃപയിൽ വളർത്തണം, നീതിബോധമുള്ളവരായിരിക്കണം. ഇതെല്ലാം കല്യാണ സമയത്തും പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ നീതിബോധത്തിലും സത്യസന്ധതയിലും സഭാസ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ഒരു ഭദ്രാസനമായി
നമ്മുടെ ഭദ്രാസനം തീർന്നേ മതിയാകുകയുള്ളൂ. അതിന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിഴുങ്ങണ്ട. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഒരു ഇടവകയിൽ പല ഇടവകളിൽ നടന്നത് ഞാൻ പറഞ്ഞു. ഈ 3 ദിവസം മുമ്പ് ഇവിടെ അച്ഛന്മാരുടെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. നമ്മുടെ സഭയിലെ അല്പം സീനിയറായിട്ടുള്ള അതിസമർത്ഥനായിട്ടുള്ള അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ആ അച്ഛൻ ഈ ഡയസിസുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, തിരുമേനി, ഞാൻ എൻ്റെ മക്കളോട് ക്ഷമ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന അതിസമർത്ഥരായിട്ടുള്ള മക്കളാണ്. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, പപ്പയ്ക്ക് എന്തോ വല്ല സോക്കേട് തുടങ്ങിയോ, എന്താ ഇത്? അല്ല മക്കളെ, നിങ്ങളോട് ഞാൻ ആവശ്യമില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിഷ്ടമില്ലാതെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. മക്കൾമാർ എന്നോട് ക്ഷമിക്കണം. 2 മിടുമിടുക്ക് ആ മക്കളാണ്. വീടിനുള്ളിൽ അപ്പനും അമ്മയും മക്കളോട് ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. മക്കൾ പേരൻസിനോട് ക്ഷമിക്കേണ്ടി വരും. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധമായ ഒരു രക്ഷാ കേന്ദ്രമായി നമ്മുടെ ഇടവകയാണ്. അത് നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. സംസാരിക്കാത്തവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സംസാരിച്ച് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കണം. അയൽവക്കക്കാരോട് പ്രയാസമുണ്ടെങ്കിൽ അത് ചെയ്യണം. വീട്ടിൽ ഭാര്യയ്ക്ക് വിഷമത്തക്കവണ്ണം ഭർത്താവ് മദ്യപിക്കുന്നുണ്ടെങ്കിൽ മദ്യപാനം നിർത്തണം. നിങ്ങളുടെ മക്കളെ രക്ഷിക്കണം. മനസ്സിലായോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും 4 പേര് കേട്ടാൽ ഇവനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിലാണ്, ക്രിസ്തുവിനെ പോലെയാണ് എന്ന് പറയിക്കുവാൻ ഇടവരുത്തട്ടെ. നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, ക്രിസ്തീയ ജീവിതത്തെ ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഏതോ ഒരു ക്രിസ്തീയ വീട്ടിൽ ജനിച്ചു പോയതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി എന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ജനിക്കുവാനൊരു അവസരവും ഭാഗ്യവും എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി. ഞാൻ ക്രിസ്തുവിലാണ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്നിലുണ്ട്. ഈ മഹാഭാഗ്യാവസ്ഥയിൽ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ ദിനങ്ങളിൽ ഈ മാസം ഞങ്ങൾ പ്രധാനമായും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാനയും സെലിബ്രേഷൻ ഓഫ് റെക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിൻ്റെ ആഘോഷമെന്നാണല്ലോ. അനുരഞ്ജനപ്പെടേണ്ടത് ആത്യന്തികമായി ദൈവത്തോടാണ് എങ്കിലും ആദ്യമേ അനുരഞ്ജനപ്പെടേണ്ടത് വീട്ടിലുള്ളവരോടും കൂട്ടായ്മയിലുള്ളവരോടും പള്ളിയിലുള്ളവരോടുമാണല്ലോ. റെക്കൺസൈൽ ചെയ്യാതെ അനുരഞ്ജനപ്പെടാതെ ഞങ്ങൾ പള്ളിയിലിരിക്കുന്നത് എത്രയോ കാപട്യമാണ്. കുർബാന സ്വീകരിച്ചിട്ടും കുർബാനയായി ജീവിക്കാത്തത് ഞങ്ങൾ ഒരു വിധത്തിൽ ദൈവത്തെ കളിപ്പിക്കുകയാണല്ലോ. കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന ഏറ്റുപറഞ്ഞിട്ടും നമ്മൾ സത്യമായി ആരോട് ക്ഷമിക്കണമോ അല്ലെങ്കിൽ ക്ഷമ സ്വീകരിക്കണമോ അവരോട് അനുരഞ്ജനപ്പെടുന്നില്ലല്ലോ പലപ്പോഴും. അങ്ങനെ ജീവിക്കുന്നതിൻ്റെ രൂപാന്തരത്തിൻ്റെ ആത്മീയതയും ദൈവകൃപയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരെ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഒരു പൊതുസമൂഹത്തോട്, ഒരു വിശ്വാസ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ അതിന് നന്മ മാത്രം കാണുവാൻ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിയോഗം ഞങ്ങൾക്ക് നൽകണമേ. അതിൽ നിന്ന് നമ്മളെ അകറ്റാൻ പ്രേരിപ്പിക്കുന്ന പൈശാചി ശക്തിയോട് അതിശക്തമായ ഭാഷയിൽ അരുത് എന്ന് പറയുവാനുള്ള കൃപ തരണമേ. പൗലോസ് അപ്പോസ്തലൻ, വിശുദ്ധനായ മനുഷ്യൻ പറയുന്നു, എനിക്ക് നന്മ ചെയ്യാനാണ് ആഗ്രഹം, ഞാൻ തിന്മ ചെയ്തു പോകുന്നു. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നുവെങ്കിൽ മറ്റൊരു പ്രമാണം എന്നിലുണ്ടല്ലോ, അത് പാപത്തിൻ്റെ പ്രമാണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം മാത്രമാണ്. ദൈവത്തിൻ്റെ കൃപയോ നിത്യമാണ്. ഞങ്ങൾ ആലോചനയുള്ള ക്രിസ്ത്യാനികളായി, ക്രിസ്തുവിലുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണം. വളരെ വൈകാരികമായി മാത്രം കാര്യങ്ങളെ കേട്ട്, വളരെ മൊമെൻ്ററിയായി മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കി പോകുന്നവരായിട്ടല്ല, സ്ഥായി ഭാവമുള്ളവരായി, ക്രിസ്തുവിലുള്ളവരായി, ക്രിസ്തു നടന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ പുതിയ ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഈ ഇടവക, ഈ ദേശത്ത് എല്ലാ രീതിയിലും പൊതുസമൂഹത്തിൽ വ്യത്യസ്തരെന്ന് പറയിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ സ്നേഹകൂട്ടായ്മയുടെ ഒരു സമൂഹമാക്കി തീർക്കണമേ. അതിന്
ദൈവകൃപ സമൃദ്ധമായി നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു സെക്കൻഡ് നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കി, ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ. എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അത് പറയുവാനുള്ള ദൈവീക ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ ദുഷ്ടവ്യാപാരങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബങ്ങളെല്ലാം നസറേത്തിലെ തിരുക്കുടുംബത്തെ പോലെ അനുഗ്രഹീതമായി ജീവിക്കുന്നതിന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കും. പല പല ദോഷശക്തിയുള്ള ആളുകൾ നമ്മുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിലുമുണ്ട്. എല്ലാ ദോഷശക്തിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മുടെ ഇടവ ദൈവരാജ്യത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് ആയി തീരുവാനുള്ള തുടക്കമെങ്കിലും നമ്മളിലൂടെ സാധിക്കട്ടെ. ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാം നിൻ്റെ മക്കളെയും അനുഗ്രഹിക്കും. ആദ്യ കുർബാന സ്വീകരിച്ചവരെ അനുഗ്രഹിക്കും. ഇടവയിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയാച്ചനെയും കുടുംബമായിട്ട് അനുഗ്രഹിച്ച് ശുശ്രൂഷകളെ ആശീർവദിക്കും. നമ്മളോടുകൂടെയുള്ള ഐസകത്തിനും അച്ഛൻ്റെ കുടുംബത്തിനും അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവയ്ക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. ഇന്ന് അതിഥികളായി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ ആക്കി തീർക്കണമെന്നും പ്രാർത്ഥിക്കും. ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആത്മീയമായി ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിക്കുന്ന നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംസർഗവും സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാ അംഗങ്ങളോടും ഇടവയിലുള്ള എല്ലാ മക്കളോടും ഈ ദേശത്തോടും ദേശവാസികളോടും തിരുസഭയോടും ലോകത്തോടും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് വരുന്ന അനുഗ്രഹിക്കപ്പെട്ട കുർബാന സമൂഹമായി അനുരഞ്ജനത്തിൻ്റെ മക്കളായി ജീവിക്കുന്നതിന് സഹായിച്ച് ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.